ഹേയ് ഗൈസ് വാട്ട്സ്ആപ്പ്. അപ്പോൾ ഇന്നൊരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. നമുക്കിന്ന് രാവിലെ ഇപ്പോൾ ഒരു 12:30 കഴിഞ്ഞിരിക്കുകയാണ്. 1 മണിയാവാറായിട്ടുണ്ട്. രാവിലെ അല്ല ഉച്ചയായി കേട്ടോ. സോറി, ഞാൻ എപ്പോഴാണ് ഉറക്കം കഴിക്കുക. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഊണ് കഴിക്കാൻ പോകണം. അപ്പോൾ ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കുക, കഴിക്കുക, അവിടേക്ക് ഒന്ന് കറങ്ങുക. ഇതാണ് ഇന്നത്തെ വ്ളോഗ് ഇന്ന്. അപ്പം നേരെ നമുക്ക് നല്ല ഫുഡ് കിട്ടണമെങ്കിൽ നമ്മൾ നേരെ കരാമയ്ക്ക് പോവാം. അവിടെ ഒരുപാട് ഫുഡിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കുക. അപ്പോൾ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ കരാമയിലെത്ത വീഡിയോയാണ്. കരാമയിലെ പാർക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു പാർക്കാണ്. ആ പാർക്കൊക്കെ കാണിച്ചു തരാം. പിന്നെ അവിടെ കയറി ഒരു നല്ലൊരു ഊണ് കഴിക്കാം. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഇങ്ങനെ അമർത്തി ഇത് കണക്ക് വെറൈറ്റി വീഡിയോകൾ നിങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുക. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ നേരെ കരാമയ്ക്ക് വന്നു സുഹൃത്തുക്കളെ. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെ നിന്ന് കഴിക്കണമെന്ന് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ. അങ്ങനെ ഞാൻ കരാമ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റും വരുന്നുണ്ട്, നല്ല ചെറിയ ചൂടുമുണ്ട്. എന്താ സുഖം. അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു ഊണ് കഴിക്കണം. അതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വന്നത്. കുറേ ദിവസമായിട്ടൊരു ഊണ് കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. വിശക്കണമുണ്ട്. നല്ല 2:30 മണിയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്താനായിട്ട്. കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഇന്ന് സൺഡേയും കൂടിയല്ലേ, അതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പ് തപ്പുക. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. നമുക്ക് ഏതാ കൊള്ളാമെന്ന് നോക്കിയിട്ട് അവിടെ കയറി നല്ലൊരു ഊണ് കഴിക്കാം. അപ്പം നമുക്ക് നേരെ ഒരു ഷോപ്പിലേക്ക് പോകാം സുഹൃത്തുക്കളെ. അതായത് നമ്മൾ ഇവിടെ ആരാമത്തിൽ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടെ. അപ്പം നേരെ നമുക്ക് നേരെ ആരാമത്തിൽ കയറിയിട്ട് ഊണും ഓർഡർ ചെയ്യാം. എന്നിട്ട് ഞാൻ അകത്ത് കാണിച്ചു തരാം. അപ്പോൾ ആരാമത്തിൽ വന്ന് ഇവിടെ ഇപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കയറിയാൽ ഓക്കെ. അപ്പം നമുക്ക് പോയി നേരെ ഫുഡ് കഴിക്കാൻ കയറാം. അങ്ങനെ നമ്മൾ നേരെ ആരാമത്തിനകത്ത് കയറിയിട്ട് ഇവിടെ ഇരിക്കാൻ 2 മിനിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അകത്ത് വന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ വന്ന് പപ്പടം വന്ന്, തോരൻ വന്ന്, അവിയൽ വന്ന്, അച്ചാർ വന്ന്, പിന്നെ വൈറ്റ് കളർ ചമ്മന്തി വന്ന്, പിന്നെ ഇതെന്താ കിച്ചടിയാണെന്ന് പറഞ്ഞത്, പിന്നെ ഇത് പായസം, പിന്നെ ഇതാ ഫിഷ് കറി. അപ്പോൾ ഇനി നമുക്കൊരു പ്ലേറ്റ് വന്നിട്ട് നോക്കാം. അപ്പം ചോറിൽ കുറച്ച് സാമ്പാർ ഒഴിച്ച് കുറച്ച് പപ്പടം ഇരിക്കുക, ഇത് വയ്ക്കുക, കുറച്ച് മിക്സ് ചെയ്യുക, സാമ്പാറും കുറച്ച് അവിയലെടുക്കുക, ഇതിലോട്ട് ഇങ്ങനെ വയ്ക്കുക, കുറച്ച് അച്ചാർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് മീൻകറി മതി വേനാണ്. ഒരു ചെറിയൊരു കഷ്ണം എടുക്കുക, നമുക്കിത് തോരനും കൂടി എടുത്തിട്ട് മീൻകറിയിലോട്ടോ മിക്സ് ചെയ്യാം. എന്നിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. മീൻകറി സൂപ്പർ സാധനം കഴിച്ച്. പിന്നെ ഇതിൽ കുറേ ചമ്മന്തി, അച്ചാറും, പിന്നെ ഈ കറിയുണ്ട്. ഇത് സൂപ്പറാണ്. അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അച്ചാറൊക്കെ ഒരു രക്ഷയില്ല. പായസം സൂപ്പറാണ്. പിന്നെ വേറെ എന്നാ പറയാമെന്നല്ല, ചമ്മന്തി അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കയ്യൊക്കെ പായസം കുഴപ്പമില്ല, നല്ലതാണ്. നമ്മൾ 2 ഊണ് കഴിച്ചത് 23 ദിവസമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഊണാണ് സുഹൃത്തുക്കളെ. കൊള്ളാം, നല്ല ടേസ്റ്റിയാണ്. മീൻകറിയൊക്കെ സൂപ്പർ സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ചാറും ചമ്മന്തിയും പിന്നെ വെറൈറ്റി കുറച്ച് 2-3 കൂട്ടുകറികളൊക്കെ ഉണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റായിരുന്നു. 2 ഊണിനാണ് കേട്ടോ 23 ദിവസം. എന്തായാലും കൊള്ളാം.
ആരാമത്തിലെ ലൊക്കേഷൻ താഴെ പിൻ ചെയ്തിരിക്കുക. ഇതിന് മുന്നേ ഞാൻ ആരാമത്തിൽ വന്ന് പൊറോട്ടയും ബീഫും കഴിച്ച വീഡിയോ ഉണ്ട്. അത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ അതൊക്കെ നല്ല തണുത്ത കാറ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ പുറത്താണ് ഇരിക്കുന്നത്. അകത്ത് ഇതിനേക്കാളും നല്ല രസമാണ് ഇരിക്കാനൊക്കെ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് പൊറോട്ടയും ബീഫുമാണ്. അത് ഞാൻ അന്ന് കഴിച്ചു. ഇന്ന് വന്ന് ഊണ് അന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട, അതാണ് ഞാൻ ഇന്ന് വന്ന് ഊണ് കഴിക്കുന്നത്. സിമ്പിൾ ഊണാണ്, അത്യാവശ്യം നല്ല ഊണാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇവിടെ പാർക്കിൽ പോകും. പാർക്കിൽ പോയി കുറച്ച് നിങ്ങളൊന്ന് പാർക്കൊക്കെ ഒന്ന് കാണിച്ച്, കരാമ പാർക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കാണിച്ചു തരുന്നതാണ് സുഹൃത്ത്, നിങ്ങൾക്ക് വേണ്ടി ദുബായിലെ കരാമ പാർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഈ രാത്രി പറഞ്ഞ കണക്ക് നമുക്ക് അവിടെ ഓരോരുത്തർ ഡാൻസൊക്കെ കളിക്കും, പാട്ടിടും, എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. വൈകിട്ട് മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ. ഞങ്ങളിപ്പോൾ കരാമയിൽ ഇങ്ങനെ നടക്കുകയാണ്. നമ്മളിപ്പോൾ എന്താ കഴിച്ചേ? കോഫി കുടിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യാൻ പോവാ? നമ്മൾ വാച്ച് വാങ്ങിക്കാൻ പോവാം. അതെ ഗായ്സ്, നമ്മൾ വാച്ച് വാങ്ങിക്കാൻ പോവാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു വാച്ച് വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പാർക്കിലേക്ക് പോകുന്നു. ഇത് പറയാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങിച്ച് അത് റെക്കോർഡ് തനിയെ ഓണാക്കി എൻ്റെ വീഡിയോ എടുക്കാൻ എന്തായാലും എന്ന് ചോദിച്ചുകൊണ്ട് സ്വയമേ വീഡിയോ എടുത്തതാണ്. ഇവിടെ നമ്മൾ സീബ്ര ക്രോസിംഗ് കൂടെ പാർക്ക് ചെയ്യുമ്പോൾ ഒരു തെണ്ടി നമ്മളെ വണ്ടി ഇടിക്കത്തില്ല. നാട്ടിലാണെങ്കിൽ വണ്ടി ഇടിക്കും, ഇവിടെ ഒരു തെണ്ടികളും നമ്മൾ വണ്ടി ഇടിക്കത്തില്ല. നമുക്ക് ഇതിൽ കൂടെ വേണമെങ്കിലും നടക്കാം, അല്ല സീബ്ര ക്രോസിംഗ് കൂടെ. അപ്പം സുഹൃത്തുക്കളെ, ഇനിയിപ്പം ചേച്ചിക്ക് നമുക്കൊരു വാച്ച് വാങ്ങിക്കണം. പുള്ളിക്ക് അവിടെ വാച്ചൊന്നും ഇല്ലെന്ന് പറയുന്നു. അപ്പം ഒരു ഊളയുടെ വാച്ചാണ് നമ്മളെടുത്ത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു വാച്ച് വാങ്ങിക്കാൻ പോകണം. പിന്നെ എന്നിട്ട് നേരെ നിങ്ങൾക്ക് ഞാൻ പാർക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇത് സ്ട്രീറ്റ് ഏതാന്ന് എനിക്കറിയില്ല കറക്റ്റ്. ഇതിപ്പം ആരാമത്തിൻ്റെ തൊട്ടുവെങ്കിൽ നെസ്റ്റോയുടെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ. കരാമൻ നെസ്റ്റോയുടെ ഓപ്പോസിറ്റാണ് നമ്മൾ. ആ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ മിസ്റ്റർ ബേക്കറീസ് ഉണ്ട്. അവിടെ നല്ല സൂപ്പർ കേക്കാണ് കേട്ടോ. സൂപ്പർ കേക്കൊക്കെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ലിഫ്റ്റ് കയറിയിട്ട് മേളിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്യാം. എന്നിട്ട് നെസ്റ്റോയ്ക്ക് പോകാം. നമ്മൾ കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഈ മെയിൻ ട്രാക്ക് ഇങ്ങനെ കാണാൻ പറ്റും സെറ്റായിട്ട്. ഇവിടെ ബുർജ് ഖലീഫ കാണാൻ പറ്റുന്നില്ല. നോക്കൂ, അടിപൊളിയല്ലേ സെറ്റ്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് മൈൻഡ് ഫ്രഷ് ആവും. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ മാക്സിമം ഈ പറഞ്ഞ കണക്ക് ഡ്യൂട്ടി സമയത്ത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുക, ടൈം വേസ്റ്റ് ചെയ്യില്ല. നമുക്ക് കിട്ടുന്ന ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോവുക. അതേപോലെ തന്നെ ഒന്ന് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, നല്ല നല്ല കാഴ്ചകൾ കാണുക. അതൊക്കെ വേറൊരു ഫീലാണ്. നമ്മളും ഈ നല്ല പുറത്ത് നല്ല കാറ്റ് കൊള്ളുക, അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഞാൻ അതിലേക്ക് ഇങ്ങനെ പിടിച്ചു പോകണം. എൻ്റെ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മകനേ ഭയങ്കര ഒരു ട്രാജഡിയാണ് എൻ്റെ ലൈഫിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ നടക്കുക, ഈ പറഞ്ഞ കണക്ക് ഓരോ സ്ഥലത്ത് പോവുക. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് പോകാനുള്ള അവസരങ്ങൾ, ഈ പറഞ്ഞ എത്തിച്ചേരാനുള്ള വഴികൾ എല്ലാം തുറന്ന് കിടക്കുന്നു. ഞാൻ പോയാൽ മതി. അതാണ് എൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ച് ലൈഫിലിങ്ങനെ മുന്നോട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പം നിങ്ങളും അതേ കണക്കൊക്കെ ഈ പറഞ്ഞ പോലെ വെറുതെ അവിടെ ഇരുന്ന് വല്ല പ്രശ്നങ്ങളിൽ ഇതാവാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്ഥലത്ത് തങ്ങി കിടക്കുമ്പോൾ നമുക്ക് ഓരോ പ്രശ്നങ്ങളിങ്ങനെ കൂടി നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ആ പ്രശ്നങ്ങളെ വീണ്ടും അധികമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് ഒക്കെ ക്വിറ്റ് ചെയ്ത് പുറത്ത് ചാടി നമ്മൾ എത്രത്തോളം ബാക്കിയുള്ളതുമായിട്ട് എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ അടിപൊളിയാവും. നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി കിട്ടും, ഭയങ്കര സെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇതൊക്കെ നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു.
അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം നെക്സ്റ്റോ അവിടെ ഉണ്ട്. നെക്സ്റ്റോ പോയിട്ട് നെക്സ്റ്റോ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. ഏകദേശം നമ്മൾ നടന്ന് നെക്സ്റ്റോയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ ഇതിനകത്ത് കയറുക, പിന്നെ എന്തോ പുള്ളിക്കാരിക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയെ കുറച്ച് വാങ്ങുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരിയെ കൊണ്ട് ഞാനും കുറച്ച് സാധനം വാങ്ങിപ്പിക്കും. അപ്പോൾ ഇതിനെ കൊണ്ട് വല്ലതും വാങ്ങിപ്പിക്കുക, കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ മസ്റ്റായിട്ട് കാണിച്ചു തരുന്നതിന് സുഹൃത്തുക്കളെ. അത് നമുക്ക് ഇത് പോയിട്ട് ചേച്ചിയെ കൊണ്ടുപോയി നമുക്ക് നേരെ ഇത് നെക്സ്റ്റോക്കകത്ത് കയറിയിട്ട് സാധനം പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. പിന്നെ വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് ഷൂട്ട് ചെയ്യാനൊന്നും ഒരു മാളിലും നമുക്ക് ക്യാമറ ഷൂട്ടിങ് അലോഡ് അല്ല. പിന്നെ ഈ പറഞ്ഞ ദുബായ് മാളിലൊക്കെ അലോഡ് ആണോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാളിലൊക്കെ പോകുമ്പോൾ അവർ അലോഡ് അല്ല എന്ന് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴേ അവർ മുന്നേ പറയും. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ മസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. മാതളത്തിൻ്റെ വലിപ്പം നോക്കിയ സുഹൃത്തുക്കളെ, ഫ്രൂട്ട്സിൻ്റെ ഒരു മേളാണ്. ഓ, ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. നമുക്ക് പോകേണ്ട എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ബോളിലെടുത്ത് ഇതിനകത്ത് പറക്കിയില്ല സാധനങ്ങൾ. ഇത്രയും വലുതാണ്. ആ, അതെടുത്തോ. ഓട്സ് പൊടിയാതെ എടുത്തോ. ഇത് ഒരെണ്ണം എടുക്കാം. ഒന്നുകൂടി എടുത്തണോ? ആ, എടുത്തോ. പിന്നെ ചേച്ചിയല്ലേ പൈസ കൊടുക്കണം, കുഴപ്പമില്ല. അതും എടുത്തോ. ഇത് എടുത്തത് വലിയതാണ്, നമുക്ക് ചെറുതാണ് ബെറ്റർ കുറച്ചുകൂടി. അതാണ് നമ്മൾ ചെറിയ ട്രോളി എടുത്തുകൊണ്ട് വരുന്നതിന്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട്. എന്ത് ചെയ്യണമെന്നാ ഇങ്ങനെ എടുക്കുക. ഇതൊരു സാധനമുണ്ട്, അതിനകത്ത് ഇങ്ങനെ പറക്കിയിടുക. അവർ കണ്ടാൽ തലയിൽ അടിച്ചു തരും. എന്തെല്ലാം കാണിക്കുന്നത് ഇവിടെ കിടന്ന്. എന്നിട്ട് ഓട്സ് എടുത്ത് ഇതിനകത്ത് ഇടുക. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടേ എല്ലാം വാങ്ങിച്ചോ. ഇത് വാങ്ങിച്ചോ. സെക്ഷനിൽ വന്നിട്ടുണ്ട്. എനിക്കൊരു പെർഫ്യൂം എടുക്കണം, ചേച്ചിക്ക് ഒരു പെർഫ്യൂം എടുക്കണം. അപ്പോൾ ഏതാ എടുക്കുക ഇതിൽ? ഇതൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ട ഒന്നുമില്ല. 41 അങ്ങനെ നമ്മൾ വേണ്ടേ ഒരു നൈഫ്, ചായയുടെ പാത്രമില്ല, പിന്നെ ഇത് കട്ടർ, പിന്നെ ഇത് പീലർ, ഇത് മൂന്നുള്ളത് വാങ്ങിച്ച്, പിന്നെ അത് 2 സെറ്റ് വാങ്ങിച്ച്, പിന്നെ വേണ്ട സോപ്പ് വാങ്ങിച്ച്, പിന്നെ അതേ കണക്ക് 2 ഐറ്റംസ് വാങ്ങിച്ച്, പിന്നെ പെർഫ്യൂം ഒന്ന് ഇതും, പിന്നെ ഒന്ന് ഇത് 2 പിന്നെ ഓട്സും. ഇത് ഇപ്പോൾ നമ്മൾ ഇത്ര പർച്ചേസ് ചെയ്ത് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇനിയും ഞാൻ കാണിച്ചിരുന്ന സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പെർഫ്യൂമും കൂടി വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് സ്റ്റൈലിഷ് പാരീസ് എന്ന് പറയുന്ന പെർഫ്യൂം വാങ്ങിച്ചിരിക്കുകയാണ്. പിന്നെ അതാ ഇംഗ്ലീഷ് ബ്ലാസർ എന്ന് പറയുന്ന പെർഫ്യൂമും വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലോറിയലിൻ്റെ ഒരു ഷാമ്പൂ വാങ്ങിച്ചിരിക്കുകയാണ്. എനിക്കാണ് മറ്റേ ഇത് ഏതാ സ്റ്റൈലിഷ് പാരീസിന്, അത് നല്ല സാധനമാണ്, അത് ഞാൻ എടുക്കും എന്തായാലും മസ്റ്റായിട്ടും. തിരിഞ്ഞ റെക്കോർഡായി തിരിഞ്ഞിരിക്കുക. എങ്ങനെയാ സുഹൃത്തുക്കളെ, ഇതിൻ്റെ അടുത്താണോ? ബാക്ക് ഇരുന്നേ, ഫ്രണ്ട് ഇരുന്നേ. ഈ
2 ഉടുപ്പെടുത്ത് പുള്ളിക്കാരി. ഒന്ന് 54ഉം ഒന്ന് 44 ദറംസ്. കൊള്ളാം. പിന്നെ പുള്ളിക്കാരി ഒരു ഷൂസ് എടുത്തതാണ്. ഇപ്പോൾ പുള്ളിക്കാരിയുടെ മാത്രമേ ഉള്ളൂ, എനിക്കൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തത് കണ്ട ഈ ഒരു ടീഷർട്ടാണ്. ഇതൊരെണ്ണം എടുത്ത് പിന്നെ എനിക്ക് വേണ്ടി ഞാൻ ഒരു പെർഫ്യൂം എടുത്ത്, ഇത് ഒന്നെടുത്ത്, പിന്നെ ഞങ്ങൾ കുറച്ച് ഓട്സ് വാങ്ങിച്ചു. ഒരു ഓട്സും വാങ്ങിച്ച്, പിന്നെ ഈ ഒരു പെർഫ്യൂം എടുത്ത്. ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത്. ഇതും ഇവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര 10,000 ഉടുപ്പ് അങ്ങോട്ട് ഇപ്പോൾ ഇട്ട് നോക്കിയിട്ടുണ്ട്. എന്നെ അമ്മ ഞാൻ മൈ ഗാഡ്, ഇവരോടെ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമല്ല സുഹൃത്തുക്കളെ. 1.5 മണിക്കൂർ കൊണ്ട് ഒരു തുണി തന്നെ 10,000 പ്രാവശ്യം ഇട്ട് നോക്കാം. ഇങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെല്ലാം സാധനം വാരി പറക്കിയിട്ടിട്ട് ബില്ലടിക്കാൻ പോവുകയാണ്. നെഞ്ചിടിയോടെ വൈശ്വാബി ഷാജി നോക്കുകയാണ് എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയാം. എന്തായാലും നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ നാഗതായി ഈ പെർഫ്യൂമും, പിന്നെ വേണ്ടത് ഇതും, ഈ ഒരു പെർഫ്യൂമും, പിന്നെ ഈ ഓട്സും, പിന്നെ ടീഷർട്ടും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുണ്ട്. മൈ ഗാഡ് ഗായ്സ്, മൊത്തത്തിൽ എല്ലാം കൂടി ബില്ല് എത്രയെന്നറിയോ? 410 ദറംസ്. 10 ദറംസ് ആയപ്പം അങ്ങനെ പോയാലും ഒരു ഇന്ത്യൻ മണി 10,000 രൂപയ്ക്ക് പുറത്തായി. ഇത്രയും സാധനം വാങ്ങിച്ചത് 10,000 രൂപയ്ക്ക് പുറത്തായി സുഹൃത്തുക്കളെ. ഓ മൈ ഗാഡ്, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പേയ്മെൻറ്റ് ചെയ്ത ആളെ മുഖം നോക്കി. പക്ഷേ നാട്ടിലേക്ക് കൊണ്ടുപോകാനല്ലേ, വിഷമിക്കണ്ട, വീട്ടുകാർ ഹാപ്പിയാവും. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇതും കൊണ്ട് വണ്ടി വയ്ക്കുക. നേരെ ഇനിയിപ്പോൾ ഒരു വാച്ച് എടുക്കാൻ പോകും. വാച്ച് നമ്മളെടുത്തില്ല, അവിടെ വാച്ച് ഇല്ലാത്തതുകൊണ്ട് വാച്ച് എടുത്തില്ല. ഒരു വാച്ച് എടുക്കാൻ പോവുക. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് വണ്ടിയിൽ വെച്ച് എന്നിട്ട് നമ്മൾ നടന്ന് നേരെ ഇനിയിപ്പോൾ വാച്ച് വാങ്ങാൻ പോകണം. ഹരാമ സെൻറ്ററിൽ പോയിട്ട് വാച്ച് നോക്കണം. പിന്നെ അതേപോലെ നമുക്ക് പാർക്കിലൊന്നും ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പാർക്ക് മീൻസ് പാർക്ക് എവിടെയെന്ന് പറഞ്ഞാൽ പാരഗണിൻ്റെ ഓപ്പോസിറ്റാണ് പാർക്ക് വരണം. നല്ല കിടിലം പാർക്കാണ്. നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കട്ടാ. ഇതുമാത്രം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതെന്ന് എൻഎസ്റ്റോയിൽ. എന്നിട്ട് 410 ദറംസ്. ഓ പാവം, 410 ദറംസ് പൊട്ടിയതിൻ്റെ ഒരു സങ്കടം. ഇതാണ് കരാമ പാർക്ക്. ഭയങ്കര ക്രൗഡാണ് കണ്ടോ, ഫുള്ള് ക്രൗഡാണ് കണ്ടോ. പിന്നെ ഇവിടെ ആ സെൻറ്റർ പോയിന്റിൽ രാത്രി മ്യൂസിക് കേട്ട് ആൾക്കാർ ഡാൻസൊക്കെ കളിക്കും. ഒരുപാട് ആൾക്കാർ വരെയും ഇരിക്കുകയും അവർ മൈൻഡ് റിലാക്സ് ചെയ്യണതും. പിന്നെ ഞാൻ പണ്ട് എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇങ്ങനെ അതൊക്കെ ഒരു വല്ലാത്ത മെമ്മറിയാണ്. ഓ, പുള്ളിയോടെ ഞാൻ ഇവിടെ ഈ ചെയറിലൊക്കെ വന്നിരുന്നിട്ടുണ്ട്. ഇവിടെ ഈ സെൻറ്ററിലെ ആൾക്കാരെല്ലാവരും രാത്രി ഒരുപാട് ലേറ്റ് ആകുമ്പോൾ എല്ലാവരും വന്ന് ഇവിടെ ഡാൻസും മ്യൂസിക്കും ഒരേ ഇതാണ്. എല്ലാ ചെയറിലും തിരക്കാണ്. ഫുള്ള് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ഫുള്ള് മലയാളീസാണ്. അതാണ്, ഒരുപാട് മലയാളീസ് ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് തന്നെ. നല്ല പാർക്കാണ്. എന്തായാലും ഈ പാർക്കിൻ്റെ ലൊക്കേഷനും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഇട്ടിരിക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾ വന്നൊന്ന് കാണുക. ഞാൻ ഒരുപാട് വൈകിപ്പോയി ഇവിടെ എത്തിയപ്പോൾ. അവിടെ നിന്ന് ഇത് നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ ഇതാണ് പാർക്ക്. ഏകദേശം കുറച്ച് വ്യൂസൊക്കെ ഞാൻ കാണിച്ചു. ഓരോ സ്ഥലത്തിലും ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്നു. കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. പലതരം അവിടെ ഒരു ഭാഗത്ത് ഷട്ടിൽ കളിക്കുന്നു. പലരും പലതിൽ എൻഗേജ്ഡാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പിള്ളേരവിടെ തെറിയാൻ കണ്ടു. ചെയ്ത ഒരു പരിഷ്കാരി വന്നിട്ട് പിള്ളേരെ തെറിയ പറയുന്നുണ്ട് നല്ല രീതിക്ക്. പിന്നെ എന്തെന്നും പറഞ്ഞോണ്ട് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത് നീ വെച്ചേക്കുന്നതിന്റെ സെയിം തന്നെ അതും. അതിന് സെയിം തന്നെ, അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ എടുക്കും.
അങ്ങനെ നമ്മൾ വാച്ച് എടുക്കാൻ പോയി. പിന്നെ വാച്ച് എടുക്കാൻ പോയത് പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോമഡിയാണ്. കോമഡി മീൻസ് ഫുള്ള് ഈ കോപ്പിയാണ്, പക്ഷെ ഭയങ്കര റേറ്റും. പിന്നെ നമ്മൾ എടുത്തില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടി ഒരു അക്വേറിയത്തിൽ കയറിയിട്ടുണ്ട്. അക്വേറിയത്തിൽ കിട്ടുന്ന മീൻസാണ്. അപ്പോൾ എന്താ വാങ്ങണം? ഇതിലേതാ എടുക്കണ്ടേ? എല്ലാത്തിനും ഒരു 15. നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എടുത്തിട്ട് പോവാം. നമ്മുടെ ഗപ്പി കണ്ടോ? ഗപ്പി കുറേ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഈ ഗപ്പിയെ വളർത്തിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ നൊസ്റ്റാൾജിയ ഗപ്പി. ഫൈറ്റർ ഇന്ത്യയിൽ പഴയ കമ്പനിയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അതൊരു കാലം. അതിനാണ് 25. ഇത് 25. ചെവി വലുതാണ്. ആമ കണ്ട ഇതിനെത്രയാ? 40 തരം. ഇതിനെന്താ കഴിക്കാൻ കൊടുക്കുന്നത് ചേട്ടാ? ഇതിനെന്താ കഴിക്കാൻ കൊടുക്കുന്നത്? ഇതിന് സ്ട്രിം കൊടുക്കും. ചെറിയ സ്ട്രിമ്മില്ലേ, ചെമ്മി. പിന്നെ സ്റ്റിക്ക് ഉണ്ട്. പിന്നെ അത് വലുതായത് കൊടുക്കാൻ ഇത് നല്ല ഇത്രയും വലിയ. അപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പോയിട്ടൊരു ചിക്കൻ ഫുൾ ഷവായി കഴിക്കുക, പിന്നെ തിരിച്ചു പോവുക. സമയം ഇപ്പോൾ എത്ര മണിയായി? 9:30. എത്ര മണിയായി? 9:15 അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുക, തിരിച്ചു പോവുക. ആണ് ഇനി നെക്സ്റ്റ് പ്ലാൻ. അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ ഒരു കടയിൽ കയറി ഒരു ഫുൾ ഷവായി ഓർഡർ ചെയ്ത്, അതുപോലെ തന്നെ പിന്നെ ഇതിവിടെ അടുത്തൊരു ഷോപ്പാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ട് ഷവായി ഇറങ്ങുന്നുണ്ട്, നേരെ ഇങ്ങോട്ട് കയറി അത് ഓർഡർ ചെയ്ത്. അപ്പോൾ അത് നമുക്ക് കഴിച്ചു പോകാം. എന്നിട്ടാണ് ബാക്കി ആ സാധനം വേണ്ട. സാധനമൊക്കെ കിട്ടിയ സാധനമാണ്. നമുക്ക് നോക്കിയേ, തണ്ണിമത്തൻ, ക്യാരറ്റ്, ഒരു ലോഡ് സാധനങ്ങളുണ്ട്, ഹമ്മൂസ്, മയണസ്. അപ്പോൾ ഇനി നമുക്ക് ഷവായി വന്നിട്ട് നോക്കാം. ഇവിടെ ചിക്കൻ വന്നിട്ടുണ്ട്. ഇതിന്നൊരു പീസ് എടുക്കുക, ഇത് കുറച്ചിങ്ങനെ താളിക്കുക, ഇത് കുറച്ചിങ്ങനെ ഒന്ന് ഇതാവിക്കുക. എന്നിട്ട് ഉണ്ടല്ലോ ഈ മസാല ഉണ്ടല്ലോ ഇതിങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് കൊള്ളാം. നല്ല കുറച്ച് ചൂട് വെള്ളം തരുമോ? തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. നല്ല ചൂടുണ്ട്. അടിപൊളി. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണതാണ്, ഇതേപോലെ ഒരു കുബൂസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഈ ഗ്രേവിയിൽ ജസ്റ്റ് ഒന്ന് മുക്കുക, എന്നിട്ട് കുറച്ച് മയണൈസിൽ മുക്കുക, ഇതിലും ഇങ്ങനെ മുക്കുക, എന്നിട്ട് ഒരു മെയിൻ ചീസ് എടുക്കുക.
ചിക്കൻ്റെ ഈ മൊരിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് ഇന്ന് ഈ പീസ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കഴിക്കും. ഫുള്ള് ചിക്കന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി ഒരു പെപ്സിയും വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ദഹിക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ റൂമിലേക്കാണ്. ഞാൻ റൂമിൽ പോയിട്ട് ഞാൻ എന്തൊക്കെ സാധനം വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് കാണാം. ഹേയ് ഗായ്സ്, അങ്ങനെ ഞാൻ റൂമിലെത്തിയില്ല, കമ്പനിയുടെ പുറത്തെത്തി. പിന്നെ 12 മണിയായി കേട്ടോ, രാത്രി 12 മണിയായി. പെർഫ്യൂം ഇതാണ് ഞാൻ വാങ്ങിച്ച പെർഫ്യൂം. നല്ല സ്മെല്ലൊക്കെ ഉള്ള സാധനം, സൂപ്പർ സാധനം. ഇത് സ്റ്റൈലിഷ് പാരീസ്, നല്ല സാധനം. പിന്നെ അതേപോലെ ഞാൻ ഇനിയിപ്പം ഓട്സ് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതും വാങ്ങിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. പിന്നെ അതാണ്ട് ഈ ഒരു പെർഫ്യൂമും വാങ്ങിച്ച്, റോസ് പെർഫ്യൂമാണ്. സാമ്പിളൊക്കെ അവിടെ വെച്ച് ഞാൻ നോക്കിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു ടീഷർട്ടും എടുത്തു ഗൈസ്. ഇത്രയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് തന്നെ നല്ലൊരു എമൗണ്ടായി, 100-130 ദിർഹംസായി. മൊത്തത്തിൽ സാധനം വാങ്ങിച്ചത് എല്ലാം കൂടി ഒരു 470 ദിർഹംസായി എല്ലാം കൂടി. ചേച്ചിക്കും പിന്നെ എനിക്കും എല്ലാം കൂടി ഒരു 400 ദിർഹംസായി. ചേച്ചി തന്നെ ക്യാഷൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൈസ ഒന്നുമില്ല, പുള്ളിക്കാരി പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. പിന്നെ ഇനി അടുത്തൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതൊരു ബൈ.